മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മൃദുവായ വിമർശനങ്ങളുമായി നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക കൈമാറ്റത്തിലെ വിഹിതത്തിന്റെ കുറവ് സംസ്ഥാനത്തെ പണഞ്ഞെരുക്കത്തിലാക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. മേപ്പാടിയിൽ ദുരന്തത്തിൽപ്പെട്ടവരെ 1 വർഷത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ എഴുതിക്കൊടുത്താൽ അത് വായിക്കാനുള്ള പുതിയ ഗവർണറുടെ ധാർമ്മിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാകണം രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ ഒഴിവാക്കി. ഗവർണറുമായി നല്ല ബന്ധത്തിൽ പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയായും അതിനെ കാണണം. സ്വന്തമായി റവന്യൂ വരുമാനം സ്വരൂപിക്കാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുമ്പോഴും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെയും കുറഞ്ഞുവരുന്ന റവന്യൂ കമ്മി ഗ്രാന്റിന്റെയും ഫലമായി സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുകയാണ്. Despite my government's best efforts to mobilize own revenue, Kerala has been facing stress on government finances because of the tapering of revenue deficit grants and cessation of GST compensation. In a detailed memorandum presented to the 16th Finance Commission, which had visited the state in December 2024 and held discussion with my government, the problems faced by the state have been highlighted. സംസ്ഥാനത്തെ നീറുന്ന വിഷയമായ മനുഷ്യ വന്യജീവി സംഘർഷം നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇടം കണ്ടു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനം നയം രൂപീകരിക്കുകയാണ്. അടുത്ത വർഷം അത് നടപ്പാക്കുന്നതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപനവും പ്രതീക്ഷയും. BJPയുടെ നയങ്ങൾക്കെതിരെയുള്ള പരോക്ഷ വിമർശനവും നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉൾക്കൊള്ളിച്ചു. അതും ഗവർണർ വായിച്ചു. My government requests the union government to take an encouraging and positive view of this. My government regards the benefits of welfare programs as the basic right of the recipients, not as an act of benevolence of the authorities. In our vision, it is always citizens' right. നേരത്തെ നിയമസഭയിലെത്തിയ ഗവർണർക്ക് ഊഷ്മള സ്വീകരണമാണ് സർക്കാർ നൽകിയത്. മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു, യാത്രയുമാക്കി. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.